പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ AEWൻ്റെ ഡൈനാമൈറ്റ് എന്ന വീക്ക്ലി എപ്പിസോഡിനെ സംബന്ധിച്ചാണ്. ബ്ലഡ് ആൻഡ് ഗട്ട്സ് എന്ന സ്പെഷ്യൽ എഡിഷൻ ആയിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. 2 ബ്ലഡ് ആൻഡ് ഗട്ട്സ് മത്സരമാണ് കാണാൻ സാധിച്ചത്. അതിൽ ഒന്നാമത്തേത് വുമൻസിൻ്റെ മത്സരമായിരുന്നു. മെൻസിൻ്റെ മത്സരത്തേക്കാൾ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് വുമൻസിൻ്റെ മത്സരമായിരുന്നു. കാരണം ഗ്ലാസ് എന്ന് പറയുന്ന വെപ്പണെ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് വളരെ കൃത്യമായി കാണിച്ചു തന്ന ഒരു മത്സരമായിരുന്നു വുമൻസിൻ്റെ മത്സരത്തിൽ മെഴ്സിഡീസ് മഡേ എന്ന് പറയുന്ന നിലവിലെ AEWൻ്റെ വുമൻസ് ഡിവിഷനിലെ ടോപ്പ് സൂപ്പർ സ്റ്റാർ നയിച്ച ഹീൽ ടീം വിജയിച്ചു കയറുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇനി മെയിൻ ഇവൻറ്റിലെ മെൻസ് ബ്ലഡ് ആൻഡ് ഗട്ട്സ് മത്സരത്തെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ അതും ഒരു ഹൈ ഹാർഡ് കോർ ലെവലുള്ള ഒരു മത്സരം തന്നെയായിരുന്നു. വുമൻസിനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അത്രയും ഒരു ഹൈ ഇൻറ്റൻസിറ്റി ആ ഒരു മത്സരത്തിൽ കാണാൻ സാധിച്ചില്ല. പക്ഷേ പതിയെ പോലെ തന്നെ കുറേയധികം മൊമെൻറ്റ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. ടേബിൾ ബ്രേക്ക് ചെയ്യുന്ന മൊമെൻ്റ് ആയാലും അതുപോലെ തന്നെ കത്തുന്ന ടേബിളിലേക്ക് ഡെർബി അലിനെ പാക്ക് എന്ന് പറയുന്ന റെസ്ലർ എടുത്തെറിയുന്ന മൊമെൻ്റ് ആയാലും അങ്ങനെ ഒട്ടനവധി ഓ മൈ ഗോഡ് എന്നിവ നമുക്ക് പറയാൻ പറ്റുന്ന ഒട്ടനവധി മൊമെൻറ്റ്സ് ഈ മത്സരത്തിൽ ഉണ്ടായിരുന്നു. മത്സരത്തിൽ ജോൺ മോക്സ്ലിയെ കെല്ലി ഒറൈലി സബ്മിഷനിലൂടെ ടാപ്പ് ഔട്ട് ചെയ്യിപ്പിച്ചിട്ടാണ് മത്സരം അവസാനിപ്പിക്കുന്നത്. എന്തായാലും ജോൺ മോക്സ്ലി എന്ന് പറയുന്ന റെസ്ലറിൻ്റെ ഭാവി ഇനി എന്ത് എന്നുള്ള വലിയ ചോദ്യം ഈ ഒരു മത്സരത്തിന് ശേഷം ബാക്കി നിർത്തിയിട്ടുണ്ട്. രണ്ടാമത്തെ അപ്ഡേറ്റ് റെസ്ലിംഗ് ഒബ്സർവറായ ഡേവ് മെൽസറിൻ്റെ ലേറ്റസ്റ്റ് റിപ്പോർട്ടുകളെ സംബന്ധിച്ചാണ്. അതിൽ ഒന്നാമത്തേത് ഈ നവംബർ മാസത്തിൽ നടക്കാൻ പോകുന്ന സർവൈവർ സീരീസ് വാർ ഗെയിംസ് എന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിൽ ഡൊമിനിക് മിസ്റ്റീരിയോ വേഴ്സസ് റെയ് മിസ്റ്റീരിയോ തമ്മിലുള്ള ഒരു മത്സരം നടക്കാൻ സാധ്യതകൾ ഉണ്ടെന്നുള്ളൊരു റൂമർ നമുക്ക് കേൾക്കാൻ സാധിച്ചിരുന്നു. എന്നാൽ അത്തരത്തിലുള്ള ഒരു മത്സരത്തിൻ്റെ ഒരു സാധ്യത നിലവിൽ ഇല്ല എന്നുള്ളത് റെസ്ലിംഗ് ഒബ്സർവർ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ഡൊമിനിക് മിസ്റ്റീരിയോയ്ക്കും റെയ് മിസ്റ്റീരിയോയ്ക്കും മറ്റ് പദ്ധതികളാണ് നിലവിലുള്ളത് എന്നുള്ള ഒരു റിപ്പോർട്ടാണ് ഡേവ് മെൽസർ പങ്കുവച്ചിട്ടുള്ളത്. അപ്പോൾ എന്ത് തരത്തിലുള്ള മത്സരമാണ് സർവൈവർ സീരീസിൽ ഇവരെ സംബന്ധിച്ച് നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളത് ഡേവ് മെൽസർ റിപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷേ ഇവരുടെ മത്സരം നടക്കില്ല എന്നുള്ളൊരു റിപ്പോർട്ടാണ് പങ്കുവെക്കുന്നത്. മറ്റൊരു അപ്ഡേറ്റ് ഈ ഒരു റിപ്പോർട്ടിൽ കൊടുത്തിട്ടുള്ളത് സാക്ഷാൽ ബ്രോക്ക് ലെസ്നർ അദ്ദേഹം അടുത്ത റോ എപ്പിസോഡിൽ റിട്ടേൺ ചെയ്യും. ബ്രോക്ക് മാത്രമല്ല റോമൻ റീൻസും അടുത്ത റോ എപ്പിസോഡിൽ റിട്ടേൺ ചെയ്യും. ബ്രോക്ക് ലെസ്നർ എന്നിട്ട് ദ വിഷൻ ടീമിൽ ജോയിൻ ചെയ്യും. അങ്ങനെ സർവൈവർ സീരീസിലെ ആ ടീമിലെ അടുത്ത മെമ്പറായിട്ട് ബ്രോക്ക് ഒരു അനൗൺസ് ചെയ്യപ്പെടുന്നതായി നമുക്ക് കാണാൻ സാധിച്ചേക്കാം. അതേസമയം റോമൻ റീൻസിൻ്റെ റിട്ടേണും അടുത്ത റോയിൽ അവർ നടത്തിയേക്കും എന്ന് റെസ്ലിംഗ് ഒബ്സർവർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മറ്റൊരു റിപ്പോർട്ട് സർവൈവർ സീരീസിലെ മെൻസ് വാർ ഗെയിംസിൽ നിലവിലെ ഇന്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യനായ സൂപ്പർ താരം ജോൺ സിന CM പങ്കിൻ്റെ നേതൃത്വത്തിൽ വരുന്ന ടീമിൽ അംഗം ആയേക്കില്ല എന്നുള്ളതാണ്. അതായത് ജോൺ സിന സർവൈവർ സീരീസ് വാർ ഗെയിംസിൽ പങ്കെടുക്കുന്നില്ല, അതായത് വാർ ഗെയിംസ് മത്സരത്തിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ളൊരു അപ്ഡേറ്റാണ് റെസ്ലിംഗ് ഒബ്സർവർ പങ്കുവെക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്നുള്ളതിനെ സംബന്ധിച്ച് ഡീറ്റെയിൽ ആയിട്ട് അദ്ദേഹം മറ്റ് ഡീറ്റെയിൽസ് ഒന്നും പങ്കുവച്ചിട്ടില്ല. നിലവിൽ ഇത്തരത്തിലുള്ളൊരു അപ്ഡേറ്റ് നമുക്ക് അറിയാൻ സാധിക്കുന്നു. കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടിയാൽ പങ്കുവെക്കാം. മൂന്നാമത്തെയും അവസാനത്തേതുമായി പങ്കുവെക്കുന്ന ഒരു അപ്ഡേറ്റ് എഡ്ജ് എന്ന് പറയുന്ന സൂപ്പർ സ്റ്റാറിനെ സംബന്ധിച്ചാണ്. ജോൺസണയുടെ അവസാന എതിരാളിയെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഒരു ടൂർണമെൻറ്റ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടൂർണമെൻറ്റിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ജോൺസനെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കമ്പനിക്ക് പുറത്തുള്ള റെസ്ലേഴ്സൊക്കെ വന്നിട്ട് മത്സരിക്കുമെന്നുള്ളത്. അപ്പോൾ പലരും എഡ്ജിനെ അവിടെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. കാരണം AEWൻ്റെ ഒരു കോൺട്രാക്റ്റുള്ള റെസ്ലർ ആണെങ്കിലും എഡ്ജ് ഇപ്പോൾ AEW സ്റ്റോറി ലൈനുകളിൽ ആക്റ്റീവ് അല്ല. എന്നാൽ അതിനെ സംബന്ധിച്ച് നമുക്കൊരു ക്ലാരിഫിക്കേഷൻ ലഭിച്ചിട്ടുണ്ട്. എഡ്ജ് ഇപ്പോൾ ലണ്ടൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ഉള്ളത്. ഒരു സിനിമയുടെ ഷൂട്ടുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം അവിടെയാണ്. അപ്പോൾ അദ്ദേഹം AEWയിലേക്ക് തന്നെ ഇനി കുറച്ചധികം നാളുകൾക്ക് ശേഷമേ തിരികെ പോകുകയുള്ളൂ. അതുവരെ സിനിമാ ഷൂട്ടും മറ്റ് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടും അദ്ദേഹം തിരക്കിലായിരിക്കും എന്നാണ് റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജോൺസണയുടെ എതിരാളിയായിട്ട് എഡ്ജ് അഥവാ ഏദം കോപ്ലാൻഡ് എന്ന് പറയുന്ന ഹോൾ ഓഫ് ഫെയിമറിനെ കൊണ്ടുവരാൻ വേണ്ടി ക്രിയേറ്റീവ് ടീമിനിടയിൽ യാതൊരുവിധ ഡിസ്കഷനും ഇതുവരെ നടന്നിട്ടില്ല എന്നുള്ളതും റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പോൾ എഡ്ജ് വന്ന് ജോൺസണെതിരെ മത്സരിക്കും, എഡ്ജ് ഈ ടൂർണമെൻറ്റിൻ്റെ ഭാഗം ആകും എന്ന് പറഞ്ഞു വരുന്ന വാർത്തകളെല്ലാം ഫേക്കാണ് എന്നുള്ളത് ഒരിക്കൽ കൂടി പങ്കുവെക്കുന്നു. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി ഉടനെ കാണുന്നത് വരെ ബൈ.